കാരിത്താസ് ഹോസ്പിറ്റൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസസ് ഡയറക്ടർ, കോട്ടയം സിറ്റിസൺസ് ഫോറം പ്രസിഡന്റ്, ഏറ്റവും ബഹുമാനപ്പെട്ട ഫാദർ ഡോക്ടർ ബിനു കുന്നത്ത് അവറുകളെ ആശംസാ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. ആരാധ്യനായ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി.എസ്. ശ്രീധരൻ പിള്ളை സാർ, ഈ മീറ്റിങ്ങിൻ്റെ മുഖ്യ ആകർഷണമായിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ ജോജോ, വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, കോട്ടയം കനാനായ കത്തോലിക്ക അതിരൂപതയുടെ കാരുണ്യത്തിൻ്റെ മുഖമാണ് 64 വർഷങ്ങൾ പിന്നിട്ട കാരിത്താസ് ആശുപത്രി. ഈ ആശുപത്രിയുടെ പല മുഖങ്ങളിൽ ഒരു മുഖമാണ് 2000 ആണ്ട് ജനുവരി മാസം ആരംഭിച്ച കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്നത് 25 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. കേരളത്തിലെ പ്രൈവറ്റ് മേഖലയിലെ ക്യാൻസർ സമഗ്ര ചികിത്സ ആരംഭിച്ചത് കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. 2000 ആണ്ട് ജനുവരി മാസം 2-ാം തീയതി കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഓങ്കോ സർജനായിട്ട് ഡോക്ടർ ജോജോ വി ജോസഫ്, അഭിമന്യ ദിവംഗതനായ കുന്നശ്ശേരി പിതാവിനാൽ കൈപിടിച്ച് കയറിയ മഹത് വ്യക്തി ഇന്ന് 25 വർഷങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. 25 വർഷങ്ങൾ കൊണ്ട് നിരവധി വ്യക്തികളുടെ ഹൃദയങ്ങളിലെ ചിരിക്കുന്ന പച്ചയായ സാധാരണ ഒരു ഡോക്ടറായിട്ട് എത്രയോ മനുഷ്യഹൃദയങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നു. 25 വർഷങ്ങൾ കൊണ്ട് എത്രയോ ജീവന് ഈ ഭൂമിയിൽ നീണ്ട വർഷങ്ങൾ ജീവിക്കുവാനുള്ള ഒരു വേദിയായി, ഒരു കൈത്താങ്ങായി, നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായി, മറ്റുള്ളവർക്ക് ഒരു ദൈവമായും നല്ല മനുഷ്യനായ ഹൃദയത്തിൻ്റെ ഉടമയായും ഡോക്ടർ മാറുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ക്യാൻസർ സർജൻ്റെ കുറിപ്പുകൾ എന്ന മനോഹരമായ പുസ്തകം പലർക്കും ഉപകാരപ്രദമായിട്ട് മാറുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. എപ്പോഴും ചിരിക്കുന്ന മുഖമുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ ജോജോ ജോസഫ്. ഒരുപക്ഷെ അദ്ദേഹത്തെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, എന്നെക്കാളൊക്കെ നമ്മളെക്കാളൊക്കെ ചെറുപ്പമെന്ന് തോന്നുകയാണ്. കാരണം ഈ തിരക്കുട്ട ജോലിയിലും ജീവിതശൈലിയിലും എല്ലാ ദിവസവും ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടി സമയം അദ്ദേഹം മാറ്റിവെക്കാറുണ്ട്. അതുപോലെ കാരിത്താസ് ആശുപത്രിയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ശനിയാഴ്ചകളിൽ അദ്ദേഹം പല സ്ഥലങ്ങളിലും പോയി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഫ്രീ ആയിട്ട് സർവീസ് ചെയ്യുവാനായിട്ട് അദ്ദേഹം ഒരു ദിവസം മാറ്റിവെക്കുന്നുണ്ട്. അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ ജിൻസി ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. 2 മക്കള്, നല്ല മനോഹരമായ ഒരു കുടുംബം, നല്ലൊരു വിശ്വാസത്തിലും സ്നേഹത്തിലും സൗഹൃദത്തിലും മുന്നോട്ട് പോകുന്ന ഡോക്ടർ ജോജോ വി ജോസഫിന് 25 വർഷക്കാലം കാരിത്താസ് ആശുപത്രിയിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ MCH പൂർത്തിയാക്കിയ ഒരു സീനിയർ ഓങ്കോ സർജനാണ് അദ്ദേഹം. ആ രീതിയിൽ ഇന്ന് കാരിത്താസ് ആശുപത്രി അഭിമാനം കൊള്ളുകയാണ്. കാരിത്താസ് ആശുപത്രിയിൽ എല്ലാ ജീവനക്കാരുടെയും പേരിലുള്ള അഭിനന്ദനങ്ങളും സ്നേഹവും ഈ അവസരത്തിൽ ഞങ്ങൾ അർപ്പിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ സോഷ്യൽ മീഡിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒത്തിരി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് എന്താണ് ക്യാൻസർ രോഗമെന്നും എന്താണ് ഫാക്റ്റ് എന്നും എന്താണ് മിത്തെന്നും വേർതിരിച്ച് ജനങ്ങളിലേക്ക് സമയാസമയങ്ങൾ എത്തിക്കുവാനായിട്ട് അദ്ദേഹം സമയം കണ്ടെത്താറുണ്ട്. അതുപോലെ തന്നെ തൻ്റെ അടുത്ത് വരുന്ന രോഗികൾക്ക് പുഞ്ചിരിയിലൂടെ സൗഖ്യം നൽകുവാനായി അദ്ദേഹം എപ്പോഴും പരിശ്രമിക്കാറുണ്ട്. ആ രീതികളിൽ എപ്പോഴും ഡോക്ടർ ജോജോ കാരിത്താസ് കുടുംബത്തിന് മാത്രമല്ല എല്ലാവർക്കും ഒരു റോൾ മോഡലാണ്. ആ രീതികളിൽ ഇനിയും സർവേശ്വരൻ ദീർഘായുസ്സുകൾ നൽകി തൻ്റെ മുന്നിൽ വരുന്ന രോഗികൾക്ക് സ്വാതന്ത്ര്യമായിട്ട് ആശാകേന്ദ്രമായിട്ട്
സൗഖ്യദായകമായ ദൈവത്തിൻ്റെ കരസ്പർശനമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവിധ മംഗളങ്ങളും പ്രത്യേകിച്ച് ഈ ഒരു പുസ്തക പ്രകാശനത്തിൽ മറ്റുള്ളവർക്ക് പ്രകാശമായിട്ട് പ്രകാശം പുലർത്തുന്ന ഒരു ഡോക്ടർ ജോർജിയായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.